ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തനാമത്തിൽ സ്നേഹവന്ദനം. 2 ശമൂവേൽ 21 അധ്യായമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ദാവീദിൻ്റെ കാലത്ത് 3 വർഷം കഠിന ക്ഷാമം ഇസ്രായേലിലുണ്ടായി. ആദ്യത്തെ 2 വർഷം ഇതൊരു പ്രകൃതി ദുരന്തമെന്ന രീതിയിൽ ദാവീദ് അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. 3-ാം വർഷവും ഈ അതികഠിനമായ ക്ഷാമം ഉണ്ടായപ്പോൾ നമ്മൾ വായിക്കുന്നു, ദാവീദ് ദൈവസന്നിധിയിൽ അതിൻ്റെ കാരണം ആരായുകയാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു ശ്രേഷ്ഠത ഇതാണല്ലോ. തനിക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കാത്ത, തൻ്റെ ചിന്തകൾക്കോ പ്രവർത്തനങ്ങൾക്കോ അതീതമായ എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം ദൈവത്തോട് ആലോചന ചോദിക്കുകയും ദൈവകൽപ്പന പ്രകാരം അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മളും എപ്പോഴും മാതൃകയാക്കേണ്ടതായ വലിയൊരു സ്വഭാവമാണ്. ദുരന്തങ്ങളോ രോഗങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധി ഘട്ടങ്ങളോ ഒക്കെ തുടർച്ചയായിട്ടുണ്ടാകുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും. അതിന് ദൈവസന്നിധിയിൽ നമ്മൾ നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും അതിൻ്റെ കാരണം അന്വേഷിക്കുകയും ചെയ്യണം. യഹോവയായ ദൈവം ദാവീദിന് വെളിപ്പെടുത്തുന്നു എന്താണ് കാരണം. ഗിബെയോന്യരെ ശൗൽ രാജാവ് കൊന്നു എന്നുള്ളതാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂ യാത്രയിൽ ഗിബെയോന്യ ദേശത്ത് വന്നപ്പോൾ യഹോവയായ ദൈവം അന്ന് യോശുവയോട് പറഞ്ഞിരുന്നു, അവരെ കൊന്നുകളയുക. പക്ഷെ അവർ വളരെ ഉപായരൂപേണ യോശുവയെ വന്ന് കണ്ടിട്ട് തങ്ങളെയോ തങ്ങളുടെ സന്തതി പരമ്പരകളെയോ വധിക്കുകയില്ല എന്ന് യോശുവയോട് പറഞ്ഞ് ദൈവനാമത്തിൽ ഒരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിയാണ് സൗൽ രാജാവ് ഇവിടെ ലംഘിച്ചത്. ദൈവനാമത്തിൽ ചെയ്ത ഉടമ്പടി ലംഘിക്കുന്നത് ശത്രുവിനോടാണെങ്കിൽ പോലും ദൈവം അത് വളരെ സൂക്ഷ്മതയോടെ നോക്കും എന്ന കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാവുന്നതാണ്. കാരണം 10 കൽപ്പനകളിൽ ഒന്നാണ് ദൈവത്തിൻ്റെ നാമം വൃഥാ എടുക്കരുത്. ദൈവനാമത്തിൽ ചെയ്യുന്ന ശപഥങ്ങൾ പാലിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ ഓരോരുത്തരും എല്ലാ ശുശ്രൂഷകളിലും ഓരോ ദൗത്യങ്ങൾ നമ്മളൊക്കെ ഏർപ്പെടുമ്പോഴും ദൈവനാമത്തിൽ നമ്മൾ ശപഥം ചെയ്യുന്നവരാണ്. അത് പാലിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഗിബെയോന്യരുടെ നിഷ്കളങ്ക രക്തം ഭൂമിയിൽ വീഴ്ത്തിയതിൻ്റെ പരിണിതഫലമാണ്. യഹോവയോടുള്ള ഉടമ്പടി ലംഘിച്ച് ആ നിഷ്കളങ്ക രക്തം വീഴ്ത്തിയതിൻ്റെ പരിണിതഫലമായിട്ടാണ് ഇവിടെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അത് അതികഠിനമായ ക്ഷാമമുണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ കായേനും ഹാബേലും ദൈവത്തിന് വഴിപാടുമായിട്ട് വരുന്നതും, ഹാബേലിൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിക്കുകയും കായേൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിക്കാതിരിക്കുകയും, കായേന് അസൂയയും കോപവും കൊണ്ട് ഹാബേലിനെ കൊണ്ടുവന്ന് കൊന്നുകളയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം കായേൻ ദൈവസന്നിധിയിൽ വരുമ്പോൾ യഹോവയായ ദൈവം ചോദിക്കുന്നതിൻ്റെ അനുജനായ ഹാബേൽ എവിടെ? അപ്പോൾ അവൻ പറയുന്നു, ഞാൻ അറിയുന്നില്ല, ഞാൻ അനുജൻ്റെ കാവൽക്കാരനാണ്. അപ്പോൾ ദൈവം പറയുന്നു, നീ എന്തു ചെയ്തു? നിൻ്റെ അനുജൻ്റെ രക്തം ഏറ്റുവാങ്ങാൻ കാരണമായ ഭൂമി വിട്ട് നീ ശാപഗ്രസ്തനായി പോകേണ്ടി വരും. ഇനി മേലാൽ ഭൂമി തൻ്റെ വീര്യം നിനക്ക് നൽകുകയില്ല. ഇവിടെ കായേൻ വാസ്തവത്തിൽ ഭൂമിയോട് നേരിട്ട് തെറ്റൊന്നും ചെയ്തില്ല. തെറ്റ് ചെയ്ത് സഹോദരനോടാണ്. പക്ഷേ ആ സഹോദരൻ്റെ ആ നിഷ്കളങ്ക രക്തം കുടിച്ചതായ ഭൂമി പ്രതികാരദാഹിയാണ്.
കാരണം യഹോവ പറയുന്നു, എൻ്റെ അനുജൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഇവിടെ കായേനോട് പ്രതികാരം ചെയ്തത് ഭൂമിയാണ്. അവൻ കൃഷിക്കാരനാണ്. ഇനി ഭൂമി മേലാത്തൻ്റെ വീര്യം നിനക്ക് നൽകുകയില്ല എന്ന് ശാപം ഏറ്റുവാങ്ങുകയാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്കെതിരാകുമ്പോൾ, നിങ്ങൾ എനിക്കെതിരാകുമ്പോൾ, പ്രകൃതി നമുക്കെതിരാകുമെന്നുള്ള വലിയ സത്യം നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ഇസ്രായേലിൽ സംഭവിച്ചത്. ദൈവത്തോടുള്ള ഉടമ്പടി ലംഘിച്ച് ഗിബെയോന്യരെ വധിച്ചതിൻ്റെ ശിക്ഷയാണ് ഇത് അനുഭവിക്കേണ്ടി വരുന്നത്. ദാവീദ് പെട്ടെന്ന് ഗിബെയോന്യരെ വിളിച്ച് അവരോട് സംസാരിക്കുന്നു. അപ്പോൾ അതിന് പ്രതിപകരം ചെയ്യണം. അപ്പോൾ അവർ ആവശ്യപ്പെട്ടു, ശൗലിൻ്റെ സന്തതികളിൽ 7 പേരെ ഞങ്ങൾ വിട്ടുതരണം, ഞങ്ങളവരെ തൂക്കിക്കൊല്ലാൻ വേണ്ടി. അങ്ങനെ ആ പാപം നിങ്ങളിൽ നിന്ന് അത് നീക്കപ്പെടാൻ കാരണമായിട്ട് തീരണം. സൗൽ രാജാവ് അത് സമ്മതിച്ചു. ഇതിൽ സൗലിൻ്റെ മകൻ യോനാദാൻ്റെ മകൻ മെഫീബോശേത്ത്, അവനെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് വായിച്ചതാണ്. 2 കാലിൽ നടക്കാൻ മേലാതെ മുടന്തനായ ഒരു മകൻ. അവനെ ദാവീദ് കൊണ്ടുപോയി സംരക്ഷിച്ചൊക്കെ നമുക്കറിയാം. അവനെ മാത്രം ഞാൻ വിട്ടുതരില്ല, കാരണം അവൻ്റെ അപ്പൻ യോനാദാനുമായി ഞാനൊരു ഉടമ്പടി ചെയ്തിരുന്നു, അവനെയോ അവൻ്റെ സന്തതികളോ ഞാൻ നശിപ്പിക്കില്ല എന്ന്. അപ്പോൾ ആ ഉടമ്പടി എനിക്ക് പാലിച്ചേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അവനൊഴികെ ബാക്കി ഉള്ളവരെ വിട്ടുകൊടുത്തു. അവരെ കൊണ്ടുവന്ന് കൊല്ലുന്നതായി താഴെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അവർ വധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ റിസ്പ എന്നു പേരുള്ള ഒരു സ്ത്രീ രാവും പകലും ആ മൃതശരീരത്തിൻ്റെ കാവൽ നിന്ന് പക്ഷികളോ കാട്ടുമൃഗങ്ങളോ അത് കൊണ്ടുപോയി ഭക്ഷിക്കാതെ ആ മൃതശരീരത്തെ സംരക്ഷിക്കുകയും, അതറിഞ്ഞവനായ ദാവീദ് അവിടെ ചെന്ന് ആ മൃതശരീരങ്ങളും അതോടൊപ്പം ശൗലിൻ്റെയും യോനാദാദിൻ്റെയും ഒക്കെയും അസ്ഥികൾ ശേഖരിച്ചിട്ട് ശൗലിൻ്റെ പിതാവായ കിഷിൻ്റെ കല്ലറയിൽ കൊണ്ടുവന്ന് സംസ്കരിക്കുകയാണ്. അപ്പോൾ അവർ ചെയ്ത തെറ്റിന് അവർ ശിക്ഷ അനുഭവിക്കണം. അത് മാതാപിതാക്കൾ ചെയ്യേണ്ട ശിക്ഷയാണ് മക്കൾ ഇവിടെ അനുഭവിക്കേണ്ടി വരുന്നത്. ആണെങ്കിൽ പോലും അവരങ്ങനെ ശിക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ പോലും അവരുടെ ഭൗതിക ശരീരത്തോടും അവരുടെ അസ്ഥികളോടും ദാവീദോട് ബഹുമാനം കാണിക്കുകയാണ്. അവരുടെ പൂർവ്വപിതാക്കന്മാരുടെ കല്ലറയിൽ അവരെ കൊണ്ട് മാന്യമായി അവിടെ സംസ്കരിക്കുന്നതായി നമ്മളിവിടെ കാണുന്നുണ്ട്. നമ്മളും ദൈവസ്ഥലത്തിൽ എടുക്കുന്നതായ ഓരോ സത്യവും ഓരോ നേർച്ചയും അത് വൃഥാവല്ല എന്നുള്ള അത് ഒരിക്കലും വൃഥാവാവുകയില്ല എന്നുള്ള ബോധ്യത്തോടെ അത് നിവർത്തിപ്പാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. സൗൽ രാജാവിൻ്റെ ജീവിതത്തിൽ വന്നതായ ഒരു തെറ്റ് ഇസ്രായേലിൽ അത് ക്ഷാമമായി അല്ലെങ്കിൽ അതൊരു വലിയ ശിക്ഷയായി അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത് പോലെ നമ്മൾ ചെയ്യുന്നതായ തെറ്റുകളും അകൃത്യങ്ങളും നമ്മുടെ തലമുറകളെയും ഈ പ്രപഞ്ചത്തെയും ബാധിക്കുമെന്ന ബോധ്യത്തോടെ പ്രവർത്തിക്കാൻ നമുക്കിടയായി തീരണം. നേതൃത്വത്തിലുള്ള ഒരാൾ ചെയ്യുമ്പോൾ അത് ആ സമൂഹത്തെ മുഴുവൻ അത് ബാധിക്കുകയാണ്. കാരണം സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് പുരോഹിതനായാലും രാജാവായാലും എല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന തെറ്റ് എന്നെ മാത്രമല്ല, എനിക്ക് സമൂഹത്തെയും ബാധിക്കുമെന്ന ബോധ്യം നമുക്കുണ്ടാകണം. ആഖാൻ എന്ന് പറയുന്ന ഒരാൾ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ ഇസ്രായേൽ മുഴുവൻ അനുഭവിക്കേണ്ടി വന്നു. മോശ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയുടെ കണ്ണുനീര് ഇസ്രായേലിന് മുഴുവൻ രക്ഷയാകുന്നതായി നമുക്കറിയാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ സംഗ്രഹിച്ചുകൊണ്ട് അപ്രകാരമുള്ള ഒരു സത്യസന്ധമായ ജീവിതം നയിപ്പാൻ തക്കവണ്ണം നമുക്ക് അനുശ്രമിക്കാം. 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദിൻ്റെ യോദ്ധാക്കൾ വീണ്ടും ഫിലിസ്ത്യരുമായി യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കുന്നുണ്ട്. അവരെ ദാവീദ് രാജാവിനോട് പറഞ്ഞു, നീ ഞങ്ങളോട് യുദ്ധത്തിൽ വരാൻ പാടില്ല, ഇസ്രായേലിലെ ആ ദീപം അണഞ്ഞു പോകാതിരിക്കാൻ. അവരുടെ ഒരു വെളിച്ചമായിട്ടാണ് അവർ ദാവീദിനെ കാണുന്നത്. കാരണം അവർക്കറിയാം ദാവീദെല്ലാം ദൈവത്തോട് ആലോചന ചോദിക്കുന്നവനാണ്. ദൈവഹിതപ്രകാരം മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതായ ഒരു മനുഷ്യനാണവൻ. അവൻ ദൈവത്തോടുള്ള വലിയ ബന്ധം മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ പറഞ്ഞത്, അവർ ഞങ്ങൾക്കൊരു വലിയ വെളിച്ചമാണ്, ദീപമാണ്. പ്രിയമുള്ളവരെ, നാം ഏറ്റിരിക്കുന്നതായ ഓരോ ദൗത്യത്തിലും നമുക്കൊരു വെളിച്ചമാകാൻ, ദീപമാകാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് ദാവീദിൻ്റെ ജീവിതത്തിലെ നല്ല സ്വഭാവങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവസേനയിൽ നമുക്ക് ജീവിക്കാം, നമുക്ക് പ്രവർത്തിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിനെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.